സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കണത് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്. സ്വർഗത്തിലേക്ക് അവസാനം വരുന്ന ഒരാൾ, അയാൾ ആരാണ്? കുറ്റകാരണമായി നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ചിട്ട് ഈമാൻ അടിസ്ഥാനപരമായ വിശ്വാസമുള്ളതുകൊണ്ട് നരകമുക്തനായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഒരാൾ. അയാൾ ഇങ്ങനെ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അയാളെ നാലുകാലിൽ എഴഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ പിന്നോട്ട് വലിഞ്ഞു വരികയാണ്. അങ്ങനെ വന്ന് സ്വർഗത്തിന്റെ കവാടത്തിലെത്തി അകത്തേക്ക് നോക്കിയപ്പോൾ അയാള് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ, നീ എന്നെ കളിയാക്കുകയാണോ? സ്വർഗം മുഴുവനും നിറഞ്ഞുപോയല്ലോ റബ്ബേ. ഈ ഹദീസ് ഇമാം തുർമുദി റഹിമഹുല്ലാഹ് കൊണ്ടുവന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു എന്ന അധ്യായത്തിലാണ്. എന്തേ കാരണം? അള്ളാഹു ഒരടിമയ്ക്ക് അള്ളാഹുവോട് പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഓർത്തിട്ടാണ് തങ്ങൾ ചിരിച്ചത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുപോയി എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, അല്ലാഹുവേ, നീ എന്നെ നരകത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് സ്വർഗത്തിലേക്ക് ആനയിച്ച് സ്വർഗത്തിൽ ഇടമില്ലല്ലോ റബ്ബേ. അദ്ദേഹം അവലാതി പറഞ്ഞപ്പോ അല്ലാഹു തആല ചോദിക്കുകയാണ്, നിനക്ക് ദുനിയാവ് ഓർമ്മയുണ്ടോ? നീ ജീവിച്ച് കഴിഞ്ഞുപോയ ലോകം ഓർമ്മയുണ്ടോ? എന്നാൽ അതൊന്ന് ആലോചിച്ചു നോക്കേ മോനെ. ദുനിയാവിലുള്ള ആറുകൾ, അരുവികൾ, ഉറവകൾ എല്ലാം ഒന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ അയാളങ്ങ് ഇമാജിൻ ചെയ്യുമ്പോ അല്ലാഹു തആല പറയാണ്, നീ ദുനിയാവിൽ അനുഭവിച്ചതിന്റെ മുഴുവനും ഇരട്ടി ഇതാ നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. അതിനാ മൻസിലത്തിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും താഴെയുള്ള സ്ഥാനം ഈ ദുനിയാവിന്റെ ഡബിളാ.